എപ്പോഴെവിടെ വെച്ചാണ് അപകടം വരുന്നതെന്നറിയില്ല. ഇന്ന് വെളുപ്പാങ്കാലത്ത് പത്രമെടുത്തപ്പോ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് കണ്ണു നിറയുകയാണ്. മലപ്പുറം ജില്ലയില് പടച്ചവനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര് അവര് സഞ്ചരിച്ച വാഹനം മറിഞ്ഞിട്ട് മൊബൈൽ എടുത്തു നോക്കുമ്പോ 9 ആംബുലൻസുകൾ ഇങ്ങനെ നിരന്നു പോവുകയാണ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നടോ. ഒരു കുടുംബമല്ലേ പടച്ചവനെ. ഉമ്മ പോയാ പിന്നെ എല്ലാം പോയില്ലേ. ഉമ്മ പോയില്ലേ സഹോദരിമാര്. എത്ര സഹോദരിമാരാണ് അല്ലാഹുവേ പടച്ച റബ്ബിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായത്. റബ്ബേ എല്ലാ പ്രതീക്ഷകളും അണഞ്ഞില്ലേ. ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതും തകർന്ന് തരിപ്പടമായില്ലേ. അർഹമുറഹീമായ അല്ലാഹ് ആ മരണപ്പെട്ടു പോയ സഹോദരിമാരുടെ കുടുംബത്തിലെ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ക്ഷമ കൊടുക്കണേ അല്ലാ. ഉമ്മയ്ക്ക് പകരം ആരുമാകില്ല അല്ലാ. റബ്ബേ ആ കുടുംബങ്ങൾക്ക് നീ സമാധാനം കൊടുക്കു റബ്ബേ. ആ സഹോദരിമാരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവന്. ഒറ്റയടിക്കെല്ലാം അവസാനിച്ചു പോയല്ലോ. ഇതാണോ അപകടങ്ങളും ദുരന്തങ്ങളും? ഇതിനെ തട്ടിമാറ്റ അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാരകമായ രോഗങ്ങളുണ്ടല്ലോ ഉസ്താദേ, ക്യാൻസറാ, ട്യൂമറാ. ഇന്നൊരു സഹോദരൻ തന്റെ ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. ഉസ്താദേ സർജറി പറഞ്ഞിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ഇതുപോലെ രോഗം പിടിച്ച എത്രയോ പേരെ നമ്മൾ കാണുന്നവരാണ്. വേദന സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട്. പെങ്ങളെ നബിതങ്ങള് പറഞ്ഞ മരുന്നെന്താണ്? ഏത് രോഗവും മാറാ നബിതങ്ങള് പറഞ്ഞ മരുന്നെന്താ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. ചികിത്സിക്കു പെങ്ങള്, നിന്റെ രോഗം സദഖ കൊടുത്ത് ചികിത്സിക്കു പെങ്ങള്. ചിരിയും കളിയും തമാശയും എല്ലാം പടച്ചവനെ തകർത്തു കളയുന്ന ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, ലിവർ രോഗം പോലെ മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? നമുക്കറിയില്ല പെങ്ങള്. ഓരോ രൂപ ഇടുമ്പോ അള്ളാരോട് പറയണം, പടച്ചവരെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. പനിയാക്കി മാറ്റണേ അല്ലാ. സദഖ കൊടുത്താൽ വിപത്തുകൾ മാറും. പടച്ചവൻ ഇന്നലെ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരിമാർ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റയടിക്ക് പോയില്ലേ സഹോദരിമാരെ. ഉമ്മ പോയി, ഇനി ആരുണ്ട്? ഉമ്മ പോയി, ആരുണ്ട്? മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടു പോയാ, വാപ്പ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പരിധിയുണ്ട്. പക്ഷെ ഉമ്മ നഷ്ടപ്പെട്ടു പോയാ പിന്നെ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. പടച്ചവനെ, ലജ്ജയെന്ന് പറയുന്നത് നല്ല ഒരു സ്വഭാവമാണ്. ചിലര് പറയാറുണ്ട്, അവനൊരു പെണ്ണിനെ പോലെ ഇരിക്കുകയാണ്, ഇവൻ ആരോടും മിണ്ടാറില്ല, ഇവക്ക് വല്ലാത്ത നാണമാണ്. ഉമ്മ പറയുന്നവന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാ. ആണുങ്ങളെ വീട്ടിൽ കയറി വരുമ്പോ ഉമ്മ പറയുകയാ, അങ്ങോട്ട് നിൽക്ക് എന്റെ പെങ്ങളെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ. ഉമ്മമാരുടെ പരാതി എന്താ? വീട്ടിൽ ആര് വന്നാലും ഇവള് മിണ്ടൂല, ആരുടെ മുമ്പിലും പോയി നിൽക്കൂല, ഇവക്ക് ഭയങ്കര നാണാ. ഉസ്താദെ, ഇവനിങ്ങനെ എപ്പോ നോക്കിയാലും റൂമിനകത്ത് കയറി ഇരിക്കുക, ആരോടും മിണ്ടത്തുമില്ല, പോത്തുമില്ല, ഭയങ്കര ലജ്ജയാന്നാ പറയുന്നത്. നബിതങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മോനാണെങ്കിൽ ആരുടെ മുമ്പിലും വരത്തില്ല, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയെ, നാണമാ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അവനെ വിട്ടേക്കാൻ, ഉപദേശിക്കണ്ട.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മോനെ വിട്ടേക്ക്, ഉപദേശിക്കണ്ട, കാരണം ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ് ലജ്ജയെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു. നിനക്കതില്ലാത്തതിന് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ആരുടെ മുമ്പിലും കയറി നിൽക്കും, നീ ആരുടെ മുമ്പിലും പോയി നിൽക്കും, നിനക്കതൊന്നുമില്ല. പക്ഷെ ആ കുട്ടിക്ക് ബോധമുണ്ട്, ഈമാൻ ഉള്ളത് കൊണ്ടാ, അള്ളാനെ പേടിയുള്ളത് കൊണ്ടാ ഇങ്ങനെ നിൽക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലജ്ജയുണ്ടാകണം. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും കാണിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ലജ്ജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം. 2 നിർത്താറായോപ്പാ, 10:40 10:40 11 മണിക്ക് നിർത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കിക്ക്. പറയണമെന്ന് ആഗ്രഹമുള്ള, ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഭൂരിഭാഗം പേര് കൈപൊക്കിയാലേ, ചില അരക്കയ്യന്മാരും ഉണ്ട്, അതാ നോക്കണേ. അൽഹംദുലില്ലാഹ്, ഈ കൈപൊക്കിയ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവെ, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, നിന്റെ സ്വർഗത്തിന്റെ അവകാശികളെ നീ പെടുത്തണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അള്ളാഹുവിനെ വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഭയമായിരുന്നു പടച്ചവരെ, അള്ളാഹനെ വല്ലാത്ത പേടി. ഉസ്മാൻ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, വല്ലാതെ അള്ളാഹുവിനെ ഭയന്നിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ എപ്പോഴും ഇങ്ങനെ കരയാറുണ്ട് ഉസ്മാൻ നിങ്ങളുടെ ജീവിതം നോക്കിയ. ഖബർ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കരയാറ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഖബർ കാണുമ്പോൾ വല്ലാത്ത കരച്ചില. അപ്പൊ ഈ സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു, തങ്ങളെ നരകം പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോഴോ മഹ്ശറ പറയുമ്പോഴോ അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച് പറയുമ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്നും കരയാറില്ല, ഈ ഖബർ കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്താ? മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ തങ്ങള്. നബി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, നരകം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ല, അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ല. ഉസ്മാൻ തങ്ങളെ, ഖബർ കാണുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ, ഖബർ കാണുമ്പോ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരയാറുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ടവര്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറിനകത്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തവരാണ് പടച്ചവരെ. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. നമ്മളെപ്പോഴും ആൾക്കാരുടെ കൂടെയാണ്. ഒന്നുകിൽ വാപ്പ കാണും, അല്ലെങ്കിൽ ഉമ്മ കാണും, കൂടപ്പിറപ്പ് പാട്, ഭാര്യ കാണും, മക്കള് കാണും, ആരുമെങ്കിലും നമ്മുടെ കൂടെ കാണുമല്ലോ. പടച്ചവനെ, നമ്മൾ മരണപ്പെട്ടു, നമ്മൾ നാളെ മസ്റയിൽ പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. പടച്ച റബ്ബേ, നമ്മൾ നരകത്തിലാണെന്ന് കരുത്. നരകത്തിലായാലും അവിടെ കൂടെയാളുണ്ട്. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആളുണ്ട്, അറാഫിലാണെങ്കിലും അവിടെയും ആളുണ്ട്. പടച്ചവനെ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ കടന്നു വരികയാണ്. നമ്മൾ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും മഹ്ശറയിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലും വരാറുണ്ട് സഹോദരാ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നത്.
ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ മോനെ. ആ ഖബറിനകത്ത് വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ഒരു മനുഷ്യനുമില്ലാതെ ഏകാന്തതയുടെ വീടായ ഖബറിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടവരാണ്. അവിടെ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ, അവിടെ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടാ വല്ലാതെ കരയുമായിരുന്നു. കരയണം സഹോദരാ, കരയണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ കരയണം സഹോദരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് കരയണമെന്നാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഇന്ന് ഖബർ കുഴിക്കുന്നവനും ചിരിക്കുകയാണ്. ഖബർ കുഴിക്കുന്നവൻ പോലും മുണ്ട് മടക്കി കുത്തി വായിൽ വീടി കുറ്റി വെച്ച് തമാശ പറഞ്ഞിട്ടാ കുഴിക്കുന്നത്. അവൻ കരയാറില്ല, അവനൊരു പേടിയില്ല. ഖബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിറക്കി വെക്കുന്നവനും കരയാറില്ല, കൊണ്ടുപോയി പലക നിരത്തുന്നവനും കരയാറില്ല, മണ്ണ് വാരിയിടുന്നവനും കരയാറില്ല, മണ്ണ് വെട്ടിയിടുന്നവനും കരയാറില്ല, വെള്ളമൊഴിക്കുന്നവനും കരയാറില്ല, ചെടി നടന്നവനും കരയാറില്ല, ദുആ ചെയ്യുന്നവരും കരയാറില്ല. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. എന്തുകൊണ്ടാ പടച്ചവനെ ഖബർ കണ്ടാ കരയണമെന്ന് പറയാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവര്, ഖബറിന്റെ ചാരത്തു പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ സംസാരിക്കുന്നുണ്ടോ? ഖബറിന് നാവുണ്ട് സഹോദരാ, ഖബറിന് നാവുണ്ട് സഹോദരാ. ഞാൻ സംസാരിക്കുന്നത് പോലെ ഖബറിനും നാവുണ്ടടോ. ഖബറിന്റെ പരിസരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റണം സഹോദരാ. എന്തുകൊണ്ടാണ് കരച്ചിൽ വരാത്തതെന്നറിയുവോ? നമുക്കറിയാഞ്ഞിട്ടാണ്. ആ ഖബറിനെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, ഈ നാട്ടിൽ ഖബർ കുഴിക്കുന്ന സഹോദരനോട് പറയുകയാണ്, മോനെ ഖബർ കുഴിക്കുന്ന സമയത്ത് നീ ഒന്ന് ചിന്തിക്കണേ. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്തെന്നറിയുവോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദ്രീ. നബിതങ്ങൾ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. നബിതങ്ങൾ പറയുന്നു, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കരയാതെ കഴിക്കാൻ പറ്റൂല. കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് കരയും വാപ്പാ. വയദ്രിബു അലാ സദ്രീ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് പഠിച്ചവരാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ്. ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുമ്പോ, ആ
ഏകാന്തതയുടെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവരാട്. വെളിച്ചമില്ല പെങ്ങള്, വീടിന്റെ അകത്ത് ഫാനും ലൈറ്റുമെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പേടിക്കുന്ന പെങ്ങള്, 6 അടി മണ്ണിനകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അല്ലാഹുവേ ഞാനും നിങ്ങളും ഏകാന്തരായതിനകത്ത് കിടക്കേണ്ടവരാട്. റബ്ബേ ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ അടുക്ക പോയാ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ കരയണമെന്നാ. ഖബർ കണ്ടു കഴിഞ്ഞാൽ കരയണം, അതിനെക്കുറിച്ച് പറഞ്ഞാൽ പേടിക്കണമെന്നാ. ഖബർ കുഴിക്കുന്നവനും പേടിയില്ലടോ. ഓനിങ്ങനെ തമാശ പറഞ്ഞിട്ടാ. ഞാൻ പേടിയാ നമുക്ക് എൻ്റെ അടുത്ത് പോകാൻ. ഞാനൊരിക്കൽ എൻ്റെ പള്ളിയിൽ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്തൊന്ന് ഇറങ്ങി നോക്കി. എൻ്റെ പള്ളിയിൽ ഖബർ കുഴിച്ചിട്ടിരിക്കുക, ഞാനൊന്ന് ഇറങ്ങി അതിനകത്ത്. റഹ്മാനായ അല്ലാഹ് പടച്ചോൻ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാനൊന്ന് ഇരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരീരം എല്ലാം അങ്ങോട്ട് വിയർത്തു. എനിക്ക് പേടിച്ചിട്ടെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചോനെ ഇതിനകത്ത് പോയി കിടക്കുമ്പോ തഴബുസ്താദ് പറയുന്നുണ്ട്, ഖബറിന്റെ ആഴം നോക്കടാ, ഖബറിന്റെ ആഴം നോക്കടാ സഹോദര. പടച്ചോനെ ഖബറിന്റെ ആഴം നോക്കാൻ. എന്നിട്ട് തഴബുസ്താദ് ചോദിക്കും, ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഖബർ പോലൊരു കുഴി കണ്ടിട്ടുണ്ടോ? ഒന്ന് ഇറങ്ങി നിൽക്ക്. ഏതൊരു മനുഷ്യനും നന്നാകുമടോ. നമുക്ക് അല്ലാഹുവിനെ പേടിയൊന്നുമില്ല, എന്ത് തെറ്റ് ചെയ്യാനും നമുക്ക് പേടിയില്ല. പേടിയൊക്കെ പോയി. നമ്മളെ കാണുന്ന ഒരു പടച്ചറബുണ്ടെന്നുള്ള ബോധം പോലും നമുക്കില്ല. നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. എന്തൊരു ധിക്കാരം, എന്തൊരു നന്ദികേട്. കണ്ടുപിടിക്കുമ്പോഴും കഞ്ചാവടിക്കുമ്പോഴും വ്യഭിചരിക്കുമ്പോഴും ഏത് വൃത്തികേടുകൾ ചെയ്യുമ്പോഴും നീ ഒന്ന് ആലോചിക്കണ്ടേ, ഇതെല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്ന്. ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു എന്നോട് വിചാരണ ചെയ്യുമല്ലോ. ഞാൻ ഏത് രഹസ്യമായി ചെയ്താലും റബ്ബിത് കാണുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു നമ്മളോട് ചോദിക്കുമെന്നല്ലോ എന്നൊരു ഭയം നമുക്കില്ലാതെ പോകുന്നടോ. നമുക്കിന്ന് പേടിയൊന്നുമില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നമുക്കില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈൻ. ഈ ദിക്ർ മാത്രം ചിന്തിച്ചാ പോരെ. എടോ, ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ടല്ലോ. സാക്ഷിയല്ലേ പടച്ചവൻ. നമ്മുടെ എത്ര വലിയ പാപം ചെയ്താലും നമുക്കൊരു സങ്കടമില്ല. നമ്മൾ ഇങ്ങനെ നടക്കാൻ നമുക്കൊരു പേടിയില്ല. പടച്ചവന് വീണ്ടും വീണ്ടും തെറ്റുകൾ നമ്മളിങ്ങനെ ചെയ്യുന്നു. ശീലമായി ചിലർക്ക് തെറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ശീലമായി. ചിലർ പറയുന്നത് എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്തു തരുമെന്നല്ലേ നിങ്ങൾ പറയണേ. ഉസ്താദന്മാരോട് തന്നെ ചോദിക്കുക, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരുമെന്നല്ലേ പറഞ്ഞിരിക്കണേ. പിന്നെന്താ ഉസ്താദ് ചെയ്യാ പറ്റുക? ചെയ്യാ പറയാ ഇതെന്നെ പരിപാടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിനെ കുറിച്ച് എല്ലാം കാണുന്ന റബ്ബുണ്ടടോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഖബറിന്റെ ചാരത്ത് പോയി ജനാസ ഖബറടക്കി. ജനാസ ഖബറടക്കിയിട്ട് എല്ലാവരും പോയി. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക ഖബറിന്റെ ഇടയ്ക്ക്. തങ്ങളെ വരുന്നില്ലേ, തങ്ങളെ പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരോടും കൂടെ വന്ന എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊക്കെ പോ, ഞാൻ വരുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, വാദങ്ങളെ മയ്യത്തടക്കി, എല്ലാം കഴിഞ്ഞില്ലേ, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി, എന്തിനാ തങ്ങൾ അവിടെ നിൽക്കണേ? നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. ഇങ്ങനെ കരയണ കണ്ടപ്പോ ഈ ഖബർ ചോദിച്ചു, ഏയ് ഉമർ ബിൻ അബ്ദുൽ അസീസെ, കുറെ നേരമായല്ലോ നീ നിന്ന് കരയുന്നത്, എന്നോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലോ. ഇവ എന്താ പറയണ? ഖബർ സംസാരിക്കുവോ? എടാ ചങ്ങാതി, നിന്റെ ചെവി കൊണ്ട് തന്നെ നീ കേൾക്കും. ഇവിടത്തെ പള്ളിയിലേക്ക് 3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിഞ്ഞിട്ട് ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ ഇറക്കുമ്പോ നീ ശ്രദ്ധിച്ചിരുന്നോ? ആ ഖബർ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ കേൾക്കൂല, ഇപ്പൊ അത് കേൾക്കാനൊന്നും നമുക്ക് സമയമില്ല. എടാ, ഏത് നന്നാകാത്തവനും നന്നാകാനുള്ള വഴി എന്താ? പള്ളിപ്പറമ്പിൽ പോയാ മതി. ഈ നാട് വിറപ്പിച്ച് നടന്ന ഒരുത്തന്റെ നെഞ്ചിന്റെ മുകളില് ഒരു മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നുണ്ട്. ആ മൈലാഞ്ചി ചെടി നിന്നോട് പറയുന്നുണ്ട്, നാട് വിറപ്പിച്ചവന്റെ തലച്ചോറിലെ വളവെടുത്തിട്ടാ ഞാനിങ്ങനെ നിക്കണേ, നടന്നു ഇങ്ങനെ, നീ ഇതുപോലെ വരാനുള്ളതാ, നീ ഇതുപോലെ എൻ്റെ അടി വരും, നടന്നു ഇങ്ങനെ, എൻ്റെ മുകളിൽ കൂടെ നീ ഇങ്ങനെ നടന്നു, എൻ്റെ അടുക്കൽ വരാനുള്ളതാ. ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചു, അറിയണോ എൻ്റെ അടുത്ത്, എൻ്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയണോ?
ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എന്താണ്? ഖബർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഒരു ജനാസ കൊണ്ടുവച്ചാൽ ഞാൻ എങ്ങനെയാ പെരുമാറുന്നേ? ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. ഖബറങ്ങിട്ട് പറയാൻ തുടങ്ങി, ഞാൻ അവന്റെ കഫൻ തുണി വലിച്ചു കീറും, അവന്റെ കഫൻ തുണികൾ ഞാൻ വലിച്ചു കീറും. ഖബറങ്ങിട്ട് പറയാ, ഒരു മയ്യത്ത് കൊണ്ടുവച്ച പെരുമാറുന്നത് എങ്ങനെയാണെന്ന്. ഉമർ ബിൻ അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞു. താഴേക്ക് തളർന്നു വീണു. ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കരയ, കണ്ണീന്ന് ഇങ്ങനെ ആ മണ്ണിലേക്ക് കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കരച്ചില് കണ്ട് സങ്കടം വന്നപ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, ഹല്ലദുല്ലുക അലാ കുഫാനില തുബില, രക്ഷപ്പെടാനുള്ള 5 വഴികള്. ഖബറിനകത്ത് രക്ഷപ്പെടാനുള്ള 5 വഴികൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആരും മലക്കുകളല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് തെറ്റ്. ഇന്ന് ചെയ്തതിന്റെ കണക്കറിയോ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഈ 11 മണി വരെ ചെയ്തതെന്ന് ചിന്തിച്ച്, കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട് കേട്ടത് പാപം, നാവുകൊണ്ട് പറഞ്ഞത് പാപം, കൈകൊണ്ട് തൊട്ടത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലും പാപം. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് പോലും എനിക്ക് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും തെറ്റു ചെയ്യുന്നവരാ. പക്ഷെ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ആ ചെയ്ത തെറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്തവൻ അള്ളാഹിനോട് പറയണം. അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് സമയം 11 മണിയായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വഅദ് പറയുന്നതിലൊന്നും കാര്യമില്ല. നാളെ സുബഹി നിസ്കരിക്കൽ ഫർളാണ്, വഅദ് കേൾക്കൽ സുന്നത്താണ്. ഈ വഅദും കേട്ട് 12 മണി വരെ 1 മണി വരെ വഅദും പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് ഇത് കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ നാളെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ നാട്ടിൽ വരാനും നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി കരുതുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.